ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളുടെ അനധികൃത കുടിയേറ്റം ഇതൊരു ഹോട്ട് ടോപ്പിക് ആയിട്ട് വർഷങ്ങളായി. 1950കളിലും 60കളിലും 70കളിലും എല്ലാം ഇത് വലിയ ചർച്ചയായിരുന്നു. 1951 അസമിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ബിമല പ്രസാദ് ഛാലിയ ഒരു വലിയ നീക്കം നടത്തിയിരുന്നു. പരമാവധി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി അവരെ സംസ്ഥാനത്ത് നിന്ന് പുറത്താക്കി ബംഗ്ലാദേശിലേക്ക് അയക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് NRC ആധാരമാക്കിയായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ. പക്ഷേ അന്ന് അതിനെ എതിർത്തത് പിൽക്കാലത്ത് നമ്മുടെ പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദ് അസമിൽ നിന്നുള്ള ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ടാക്ടിക്സ് തന്നെ ഓരോ തെരഞ്ഞെടുപ്പിലും പരമാവധി ഭൂരിപക്ഷം നേടുക എന്നുള്ളത് ഈ ഒരു രീതിയിൽ, അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള ആളുകൾക്ക് പൗരത്വം നൽകുക, അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം നൽകുക, എന്നിട്ട് സ്വാഭാവികമായിട്ട് ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയൊക്കെ പ്രഖ്യാപിച്ച മനുഷ്യനാണ്. വളരെ കുപ്രസിദ്ധനായ ഒരു കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ അദ്ദേഹം ഇതിനെ വലിയ തോതിൽ എതിർക്കുകയാണ് ഉണ്ടായത്. കാരണം ഇത് നടപ്പാക്കാൻ പറ്റില്ല, ഇത് മുസ്ലിം വിഭാഗക്കാർക്കെതിരെയാണെന്നുള്ള ഒരു നെറേറ്റീവാണ് അന്ന് അദ്ദേഹം കൊണ്ടുവന്നത്. നമ്മൾ ആലോചിക്കേണ്ടത് ഇതൊരിക്കലും മുസ്ലിം വിഭാഗക്കാർക്കെതിരെയുള്ള ഒരു വിഷയമല്ല. കാരണം ബംഗ്ലാദേശികൾ എങ്ങനെയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളായി മാറുക? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, വിഭജനം സംഭവിച്ചു. വിഭജനത്തിന് ശേഷം ബംഗ്ലാദേശ് ആദ്യം കിഴക്കൻ പാകിസ്ഥാനായിരുന്നു, പിന്നീട് ബംഗ്ലാദേശായി മാറി. അപ്പോൾ അവർ പ്രത്യേക രാഷ്ട്രമാണ്. അവിടെയാണെങ്കിൽ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഒക്കെ നടക്കുന്ന ഒരു രാഷ്ട്രമാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ആളുകളെ കൂടി ഫീഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഇന്ത്യക്ക് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദയനീയമായ ഒരു സാഹചര്യം തന്നെയാണ്. കാരണം നമുക്കത് 140 കോടിയിലധികം ജനസംഖ്യയുടെ, അതിൽ തന്നെ ഇപ്പം എത്ര പേർ ബംഗ്ലാദേശികൾ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും തിട്ടപ്പെടുത്താൻ സാധിക്കില്ല.